നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കൊല്ലവർഷം 1202 നമ്മൾ കടക്കുകയാണ്. 2026 ആഗസ്റ്റ് മാസം ചിങ്ങപ്പുലരിയോടെ ആരംഭിക്കുന്ന ഈ പുതിയ വർഷം കന്നി രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് എങ്ങനെയുള്ള ഫലങ്ങളാണ് നൽകാൻ പോകുന്നത്? നിങ്ങളുടെ തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബജീവിതം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിൽ ഈ വർഷം സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ വർഷത്തെ ഗ്രഹനില പരിശോധിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ചില രാശിമാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ദേവഗുരുവായ വ്യാഴം, കർമ്മസാക്ഷിയായ ശനി, നിഴൽ ഗ്രഹങ്ങളായ രാഹുവും കേതുവും എന്നിവരുടെയൊക്കെ സവിശേഷമായ സഞ്ചാരപഥം കന്നിരാശിക്കാരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ വീഡിയോ പൂർണ്ണമായും കാണുക. കാരണം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഈ വർഷത്തെ ദോഷങ്ങൾ അകറ്റി ഐശ്വര്യമൊക്കെ കൊണ്ടുവരാൻ കന്നിരാശിക്കാർ ചെയ്യേണ്ട ലളിതവും എന്നാൽ അതീവവും ഫലപ്രദവുമായ ഗ്രഹദോഷ പരിഹാരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വർഷത്തെ പ്രധാന ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ എപ്രകാരമാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. കാരണം ഈ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ച താഴ്ചകളെയൊക്കെ നിശ്ചയിക്കുന്നത്. ദേവഗുരുവായ വ്യാഴം 2026 ഒക്ടോബർ 31 വരെ നിങ്ങളുടെ 11ാം ഭാവമായ കർക്കിടകത്തിൽ ഉച്ചസ്ഥിതിയിൽ തുടരുന്നതാണ്. അതിനുശേഷം 2027 ജനുവരി 24 വരെ 12ാം ഭാവമായ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. വീണ്ടും വക്രഗതിയിലായി 2027 ജൂൺ 25 വരെ കർക്കിടകത്തിലും അതിനുശേഷം ചിങ്ങൻ രാശിയിലൂടെയും സഞ്ചരിക്കുന്നു. 11 വ്യാഴം നിൽക്കുമ്പോൾ വലിയ ഭാഗ്യങ്ങളും അതുപോലെ 12ാം ഭാവത്തിൽ വ്യാഴം മാറുമ്പോൾ ചിലവുകളുമൊക്കെ തരുന്ന സമയമാണ്. ശനി 2027 ജൂൺ മാസം വരെ നിങ്ങളുടെ 7ാം ഭാവമായ മീനൻ രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിനുശേഷം 8ാം ഭാവമായ മേടൻ രാശിയിലേക്ക് മാറുമ്പോൾ അഷ്ടമ ശനി കാലമാണ് വരുന്നത്. ഡിസംബർ 5 രാഹു 6ാം ഭാവമായ കുംഭത്തിൽ നിന്ന് 5ാം ഭാവമായ മകരത്തിലേക്കും കേതു 12ാം ഭാവമായ ചിങ്ങത്തിൽ നിന്ന് 11ാം ഭാവമായ കർക്കിടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. ഈ ഒരു സങ്കീർണമായ ഗ്രഹസ്ഥിതി കന്നിരാശിക്കാരുടെ ജീവിതത്തിലെ ഓരോ മേഖലയെയും എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കിനി പ്രത്യേകം പരിശോധിക്കാം. ആദ്യം തന്നെ കന്നിരാശിക്കാരുടെ തൊഴിൽ, ബിസിനസ് മേഖലകളെക്കുറിച്ച് നോക്കാം. ഒക്ടോബർ 31 വരെയുള്ള സമയം തൊഴിൽപരമായി കന്നിരാശിക്കാർക്ക് സുവർണ കാലമാണ്. 11ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെയൊക്കെ സ്വാധീനം മൂലം ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലികളൊക്കെ ലഭിക്കാനും ആഗ്രഹിച്ച സ്ഥലം മാറ്റങ്ങൾക്കും അതുപോലെ പ്രൊമോഷനും ഒക്കെ ഈ സമയം വഴിതെളിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ മികച്ച പിന്തുണയും ലഭിക്കുന്നതാണ്. എന്നാൽ ഒക്ടോബർ അവസാനത്തോടെ വ്യാഴം 12ാം ഭാവത്തിലേക്ക് രാശി മാറുന്നുണ്ട്. അതുപോലെ ശനി 7-ൽ തുടരുന്നു. ഈ സമയത്ത് തൊഴിൽ രംഗത്ത് ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാം. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടതായി വരാം. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കോ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ ഈ വർഷത്തിൻ്റെ മധ്യഭാഗം 2026 നവംബർ മുതൽ 2027 ജനുവരി വരെയുള്ള സമയം അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതാണ്. ഇനി ബിസിനസ്സുകാരുടെ കാര്യം നോക്കാം. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതി മികച്ച ലാഭമൊക്കെ തരുമെങ്കിലും പുതിയ പങ്കാളിത്ത ബിസിനസ്സുകളിലൊക്കെ ഏർപ്പെടുമ്പോൾ അതീവ ശ്രദ്ധയൊക്കെ പുലർത്തണം. ശനിയുടെ 7ാം ഭാവത്തിലെ സ്ഥിതി പങ്കാളികൾക്കിടയിലെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാം. 2027 ജൂണിന് ശേഷം ശനി 8ാം ഭാവത്തിലേക്കൊക്കെ രാശി മാറുന്നതിനാൽ ബിസിനസ്സിലൊക്കെ വലിയ തുകകളൊക്കെ ഇറക്കി റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. പടിപടിയായുള്ള വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുക. ഇനി കന്നിരാശിക്കാരുടെ സാമ്പത്തിക വശത്തെക്കുറിച്ച് ചിന്തിക്കാം. കൊല്ലവർഷം 1202 തുടക്കം നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും. ദീർഘകാലമായിട്ട് തിരികെ ലഭിക്കാതിരുന്ന പണമൊക്കെ കൈകളിൽ വന്നു ചേരാം. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ മികച്ച ലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഡിസംബർ മാസത്തോടെ കേതു 11ാം ഭാവത്തിലേക്കൊക്കെ വരുന്നത് അപ്രതീക്ഷിതമായ ധനലാഭത്തിനൊക്കെ കാരണമാകും. എന്നാൽ ഒരു നാണയത്തിന് ഇരുവശമുണ്ട് എന്നതുപോലെ വ്യാഴം 12ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയങ്ങളിൽ 2026 നവംബർ മുതൽ 2027 ജനുവരി വരെ അതുപോലെ 2027 ജൂണിന് ശേഷവും ഈ സമയത്ത് ചിലവുകളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ശുഭകാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പണം ചിലവഴിക്കേണ്ടതായി വരും.
അതായത് വീടൊക്കെ പുതുക്കി പണിയുക, അതുപോലെ വിവാഹം, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ നല്ല കാര്യങ്ങൾക്കൊക്കെ ആയിട്ടായിരിക്കും വലിയ തുകകളൊക്കെ മാറ്റി വെക്കേണ്ടി വരുന്നത്. ഒരു പ്രധാന കാര്യം, ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചിലവഴിക്കുന്നത് ഈ വർഷം നിയന്ത്രിക്കണം. ചിട്ടയായ ബഡ്ജറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളില്ലാതെ ഈ വർഷം നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നതാണ്. ഇനി കുടുംബജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ കന്നിരാശിക്കാർക്ക് ഈ വർഷം മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. 7ാം ഭാവത്തിൽ ശനിയുടെയൊക്കെ സാന്നിധ്യം പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിൽ ചെറിയ രീതിയിലുള്ള ഈഗോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടാക്കാൻ ഇടയുണ്ട്. പരസ്പരം സംസാരിച്ചൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ശ്രമിക്കുക. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നത് കുടുംബത്തിൽ സമാധാനമൊക്കെ നിലനിർത്താൻ സഹായിക്കും. എന്നാൽ വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി കുടുംബത്തിൽ സന്തോഷവും അതുപോലെ മംഗളകർമ്മങ്ങളും ഒക്കെ കൊണ്ടുവരുന്നതാണ്. അവിവാഹിതരായ കന്നിരാശിക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. കുട്ടികളൊന്നുമില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിനുള്ള യോഗവും ഈ വർഷം കാണുന്നുണ്ട്. ബന്ധുക്കളുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. ഒക്ടോബറിനൊക്കെ ശേഷം പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ കൂടുതൽ സുതാര്യതയൊക്കെ പുലർത്തുന്നത് നന്നായിരിക്കും. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ വർഷം കഠിനാധ്വാനത്തിൻ്റെ ഒരു സമയമാണ്. ഡിസംബറിൽ രാഹു 5ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നതിനാൽ പഠനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടതായിട്ടൊക്കെ വരും. മനസ്സൊക്കെ ചഞ്ചലപ്പെടാതെ സൂക്ഷിക്കണം. എങ്കിലും മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ സർവകലാശാലകളിലൊക്കെ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്കും വർഷത്തിൻ്റെ മധ്യഭാഗം അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതാണ്. ഇനി ആരോഗ്യകാര്യം നോക്കാം. ആരോഗ്യകാര്യത്തിൽ കന്നിരാശിക്കാർ ഈ വർഷം പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 2027 ജൂണിന് ശേഷം ശനി 8ാം ഭാവത്തിലേക്കൊക്കെ മാറുന്ന സമയമാണ്. ഈ സമയത്ത് ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ, അസ്ഥികൾക്ക് വേദന അല്ലെങ്കിൽ വിട്ടുമാറാത്ത തളർച്ച എന്നിവയൊക്കെ ഉണ്ടാകാം. കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ഒക്കെ ഒരു ശീലമാക്കുക. വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴും ദൂരയാത്രകളൊക്കെ ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതുമാണ്. ഇനി ഗ്രഹദോഷങ്ങളുടെയൊക്കെ തീവ്രത കുറയ്ക്കാനും വ്യാഴത്തിൻ്റെയും രാഹുകേതുക്കളുടെയും അനുഗ്രഹമൊക്കെ നേടാനും കന്നിരാശിക്കാർ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്നൊക്കെയാണെന്ന് നോക്കാം. 7ലെ ശനിയുടെയും വരാനിരിക്കുന്ന അഷ്ടമ ശനിയുടെയും ഒക്കെ ദോഷം കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ നീരാഞ്ജനം വഴിപാട് കഴിക്കുക, എള്ള് തിരി വഴിപാടൊക്കെ സമർപ്പിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഓം ശം ശനീശ്വരായ നമ എന്ന മന്ത്രം ജപിക്കുന്നതും നിങ്ങൾക്ക് ശനിദോഷത്തിൽ നിന്ന് മുക്തി നൽകും. അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ശനിയാഴ്ച തോറും ജപിക്കുന്നതും ഗുണം ചെയ്യുന്നതാണ്. വ്യാഴത്തിൻ്റെ രാശിമാറ്റ ദോഷങ്ങളൊക്കെ അകറ്റാൻ വിഷ്ണു സഹസ്രനാമം ശ്രവിക്കുകയോ അല്ലെങ്കിൽ ജപിക്കുകയോ ചെയ്യുക. വ്യാഴാഴ്ചകളിൽ ഗുരുവായൂരപ്പനെയോ അല്ലെങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി തുളസിമാലയൊക്കെ സമർപ്പിക്കുന്നത് നന്നായിരിക്കും. രാഹു 5ലേക്കൊക്കെ വരുന്നതിനാൽ മനസ്സമാധാനക്കുറവ് ഒഴിവാക്കാൻ നാഗദൈവങ്ങൾക്ക് ആയില്യനാളിൽ പാൽപ്പായസമോ നൂറുംപാലുമോ ഒക്കെ സമർപ്പിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭക്തിയോടെയും ശ്രദ്ധയോടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വരാനിരിക്കുന്ന കൊല്ലവർഷം 1202 കന്നിരാശിക്കാർക്ക് വലിയ പ്രതിസന്ധികളൊന്നുമില്ലാതെ വിജയകരമായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എല്ലാ കന്നിരാശിക്കാർക്കും ഈ പുതിയൊരു വർഷം ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.